Watch full episodes on Jio Hotstar. Yeah! യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ഞാൻ പൈലറ്റാണ് സംസാരിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ സ്വാഗതം. ഇപ്പോൾ നമ്മൾ 35,000 അടി മുകളിലാണ് പറന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വേഗത മണിക്കൂറിൽ 400 മൈലാണ്. പ്രതികൂല സാഹചര്യം ഉള്ളതിനാൽ നമ്മൾ നിശ്ചിത സമയത്തിനും 15 മിനിറ്റ് വൈകിയേ ലാൻഡിംഗ് ചെയ്യുകയുള്ളൂ. നന്ദി. ഈ പ്ലെയിൻ ക്രാഷ് ആവാൻ പോവുകയാണല്ലോ. യാത്രക്കാർ ശ്രദ്ധിക്കുക, നിങ്ങളുടെ പൈലറ്റാണ് സംസാരിക്കുന്നത്. കാലാവസ്ഥ വളരെ മോശമാണ്. ഇടിമിന്നലുണ്ട്, തീ പിടിക്കാനും സാധ്യതയുണ്ട്. പ്ലീസ് എല്ലാവരും സീറ്റ് ബെൽറ്റ് ഇടാൻ അപേക്ഷിക്കുന്നു. ഈ വാതിലാരാ തുറന്നത്? പോകൂ പോകൂ, വേഗം ചെന്ന് വാതിലടയ്ക്കൂ. അല്ല, ഇതാരാ? ഇവരെന്തിനാ ഇതിൽ നിന്നും പുറത്തേക്ക് ചാടിയത്? നിങ്ങൾ വിഷമിക്കണ്ട, ഞാനിതാ വരുന്നു. മോട്ടു, ഞാനിത് എത്തിക്കഴിഞ്ഞു. എന്റെ മോട്ടു, നീ എന്തായി ചെയ്യുന്നത്? കുറേശ്ശെയായി മുഴുവൻ പ്ലെയിനും കത്തിച്ചില്ലേ? സോറി പത്ലു, സംഭവിച്ചതൊക്കെ സംഭവിച്ചു പോയി. നീ എന്തെങ്കിലും ആലോചിക്കൂ, എന്നിട്ട് എന്തെങ്കിലും ചെയ്യൂ പത്ലു, പ്ലീസ്. ഐഡിയ. ഡോക്ടർ ജെട്ടിയുടെ ഗാഡ്ജറ്റ് അഴിക്ക് വേഗം. Don't worry everybody. My name is Motu and he is my friend Patlu. നിങ്ങളുടെ ഈ പ്ലെയിൻ ഞങ്ങളുടെ കയ്യിൽ സുരക്ഷിതമാണ്. Excuse me, നിങ്ങൾക്ക് പ്ലെയിൻ ഓടിക്കാൻ അറിയോ? ഇല്ല, പ്ലെയിൻ ഓടിക്കാനൊന്നും അറിയില്ല. പക്ഷേ സൈക്കിളും സ്കൂട്ടറും കാറും ട്രക്കും ഒക്കെ ഞങ്ങൾ ഓടിക്കും. അമ്മ പെങ്ങന്മാരൊക്കെ നിങ്ങളെയും കാത്തിരിപ്പുണ്ടാവും അല്ലേ? പേടിക്കണ്ട പ്ലീസ്. മോട്ടും പത്ലും ഒരു കാര്യം തീരുമാനിച്ചാലുണ്ടല്ലോ, അത് അതുപോലെ തന്നെ ചെയ്തിരിക്കും. ഞങ്ങളെ രക്ഷിക്കാൻ എന്തെങ്കിലും ചെയ്യ് പ്ലീസ്.
ഇനി എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. എന്താ ഇത്? എനിക്ക് ഒരു കാര്യം ഒട്ടും മനസ്സിലാവുന്നില്ല. എന്താ ഇപ്പൊ മോട്ടു പത്ലൂന് ഇത്ര വലിയ പണിയുള്ളത്? രണ്ടുപേരും വെവ്വേറെ ഫ്ലൈറ്റിൽ വരാൻ. നമ്മളോടൊപ്പം അവര് ഒരു ദിവസം മുമ്പ് വന്നിരുന്നെങ്കിൽ ഒരുമിച്ച് നമുക്ക് ചുറ്റിക്കറങ്ങായിരുന്നു. ഡോക്ടർ ചട്ക ഒന്ന് വിളിച്ച് ചോദിക്കൂ അവരിപ്പോ എവിടെയാണ് ഉള്ളതെന്ന്. അവരെപ്പോഴെങ്ങോട്ട് എത്തുമെന്ന് ചോദിക്കൂ. അമ്മച്ചിയെ നമ്മുടെ കാറിന്റെ മീതെ ഒരു എയർപ്ലെയിൻ ലാൻഡ് ആയിട്ടുണ്ടല്ലോ. ചിങ്കം സാറേ, മോട്ടുപുത്രനെ വിളിച്ച് നമ്മളെ സഹായിക്കാൻ പറയൂ. ഹലോ മോട്ടുപത്ലു, നിങ്ങളത് എവിടെയാണ്? ഞങ്ങളൊരു വലിയ പ്രശ്നത്തിൽ കുടുങ്ങിയിരിക്കാണ്. ഞങ്ങളുടെ കാറിന്റെ മീതെ ഒരു എയർപ്ലെയിൻ ലാൻഡ് ആയിട്ടുണ്ട്. ചിങ്കം സാറേ, ഞങ്ങളുടെ പ്രശ്നം വെച്ച് നോക്കുമ്പോ നിങ്ങളുടെയൊക്കെ പ്രശ്നം ഒന്നുമല്ല. ഞങ്ങളിപ്പോ ഒരു പ്ലെയിനിൽ വന്നോണ്ടിരിക്കുക. ഇതിലാണെങ്കിൽ പൈലറ്റും ഇല്ല, അറിയോ? ഓ നോ, ഞങ്ങളെക്കാൾ നിങ്ങൾ വലിയ പ്രശ്നത്തിലാണെങ്കിൽ പിന്നെ ഞങ്ങളെ ആരാണ് സഹായിക്കുക? ഞങ്ങളുടെ കാർ ഇപ്പൊ താഴേക്ക് വീഴും. നിങ്ങളുടെ പ്ലെയിൻ എവിടെയാണ് ഇപ്പോ? എവിടെ 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 എവിടെയാണ്? ഞങ്ങളിപ്പോ ഏകദേശം ലീനിങ് ടവറിന്റെ അടുത്തേക്ക് എത്തി. എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഇറ്റലി എത്തിയെന്നാണ്. എന്ത്? എനിക്കും ലീനിങ് ടവർ കാണാനുണ്ടല്ലോ. ഏയ്, stop! എന്റെ അമ്മ! Stop! ഞങ്ങള് വലിയ പ്രശ്നത്തിലാണ് ചിങ്കം സാറേ. ഞങ്ങളുടെ പ്ലെയിനിന്റെ ടയർ ഒരു കാറിന്റെ മേലെ കുടുങ്ങിയിരിക്കുക. എന്ത്? ഞങ്ങളുടെ കാറ് ബ്രോ പ്ലെയിന്റെ ടയറിൽ കുടുങ്ങിയിരിക്കാണല്ലോ. എന്റെ അമ്മോ! കൊല്ലാൻ പോയല്ലോ. പൊളിക്കടുത്തല്ല, നമ്മളൊരു കാര്യം മറന്നു പോയിട്ടാ. നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് കാരണം തീർച്ചയായിട്ടും മോട്ടു പത്ലു തന്നെയാണെന്ന്, അല്ലാതെ വേറെ ആരാണ്? വല്യേട്ടാ, നിങ്ങൾ പ്രശ്നത്തിലാണെന്ന് പറഞ്ഞിട്ട് എപ്പോഴാ അതിൽ നിന്ന് രക്ഷപ്പെട്ടത്? എങ്ങനെയാ രക്ഷപ്പെട്ടത്? രക്ഷപ്പെട്ടതൊക്കെ ഇരിക്കട്ടെ, നേരെ ഇങ്ങോട്ട് എങ്ങനെയാ എത്തിയത്? മോട്ടു എന്റെ ചങ്ക, എന്റെ പ്രോ മിണ്ടിപ്പോകരുത്. മോട്ടു ചങ്ക, നീ ഈ പ്ലെയിന് ഞങ്ങളുടെ കാറുമായിട്ട് ബന്ധിപ്പിക്കണോ? ഞാൻ പറയുന്നത് പോലെ ചെയ്യ്. എന്താണ് ഇതൊക്കെ വലിയേട്ടാ? ഇതിനെയാണ് പറയുന്നത് സ്നേഹമെന്ന്. നമ്മൾ ഒരാൾ എന്തുമാത്രം സ്നേഹിക്കുന്നുവോ ആ സ്നേഹം അവര് നമ്മളടുത്തേക്ക് തന്നെ എത്തിക്കും. അങ്ങനെ തന്നെ കൊടുക്ക്. അങ്ങനെ വേണം. എന്തിനാണ് തല്ലുന്നത്? എന്തിനാ തല്ലുന്നത്? അയ്യോ, സ്നേഹത്തിന്റെ കാര്യം പറയുമ്പോ ഇങ്ങനെയാണോ ഒരാളായിട്ട് തല്ലുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ നിങ്ങളായിരുന്നു ആ കാറിനകത്ത് ഇരുന്നോണ്ടിരുന്നത്? അല്ല, നിങ്ങളെ അപരിചിതരായ നാടോടികളെ പോലെ ഇതിനകത്ത് എങ്ങനെ വന്നു? ഒരുപാട് ദിവസം കഴിഞ്ഞ് കാണുന്നതല്ലേ. എല്ലാവരും കൂടി ചേർന്ന് ഈ പ്രോബ്ലം അങ്ങ് സോൾവ് ചെയ്തേക്ക്. പിടിക്കണേ, ആരെങ്കിലും പിടിക്കണേ. സൂക്ഷിച്ച് കെയർഫുൾ കെയർഫുൾ. ഈ സ്റ്റാച്യു 1000 years old ആണ്. ഇതിനൊന്നും സംഭവിക്കാൻ പാടില്ല. അയ്യോ, വൺ മോർ ഇമ്പോർട്ടന്റ് തിങ്. ആർക്കെങ്കിലും ഏതെങ്കിലും ഏൻഷ്യന്റ് ബുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് കൊണ്ട് തരണം. അതിൽ ഹിഡൻ സിവിലൈസേഷന്റെ സീക്രട്സ് ഉണ്ട്. ഈ പ്ലെയിൻ ഇങ്ങനെ ഇവിടെ എങ്ങനെ വന്ന്? Somebody save my statue.
ഓടിക്കോ. അയ്യോ ഇങ്ങോട്ട് മാത്രം വരല്ലേ. മോട്ടു steering പിടിക്ക്. ഇവിടെ വേണ്ട. സ്റ്റാച്യു രക്ഷപ്പെട്ടു. സ്റ്റാച്യു രക്ഷപ്പെട്ടു. സ്റ്റാച്യു രക്ഷപ്പെട്ടു. അല്ല താങ്ക് യു എന്തിനാ പറയുന്നത് വലിയേട്ടാ? അതിന്റെ ഒന്നും ആവശ്യമില്ലെന്നേ. ഇതൊക്കെ എല്ലാ മനുഷ്യരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യേണ്ട കാര്യങ്ങളല്ലേ. അതെ ആരെങ്കിലും അതൊന്ന് പോയി നിർത്തിക്കേ. ഇപ്പൊ എന്താ സംഭവിക്കണേ? പ്ലെയിനിൽ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷെ ഇനി പൗളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുക? പത്തലു വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? എന്തെങ്കിലും പെട്ടെന്ന് ആലോചിക്കേ. ഐഡിയ. മോട്ടു എന്തൊക്കെ തന്നെ ഫെയിൽ ആയാലും നിന്റെ സമോസയുടെ ശക്തി പുറത്തേക്ക് എടുക്ക്. ഞാൻ നിനക്ക് വേണ്ടി ദേ സമോസ കൊണ്ടുവന്നിട്ടുണ്ട്. സമോസ കഴിക്ക്, എന്നിട്ട് പണി തുടങ്ങ്. What is this man doing, man? ബോൾഡറിന്റെ അടുത്തേക്ക് ഇയാളെന്തിനാ ഓടുന്നേ? അല്ല ഇതെന്താ? I don't believe this. ഈ ബുക്ക് ഞാൻ എത്ര നാളായിട്ട് അന്വേഷിച്ചോണ്ടിരിക്കുക. താങ്ക് യു മോട്ടു. മോട്ടുജി എനിക്ക് ആക്ച്വലി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല ഇന്ന് ഞാൻ എത്ര സന്തോഷവാനാണെന്ന്. ഈ ബുക്കില്ലാണ്ട് ഏൻഷ്യൻ സിവിലൈസേഷനെ പറ്റി യാതൊരു വിവരവും എനിക്ക് അറിയാൻ പറ്റില്ലായിരുന്നു. താങ്ക് യു മോട്ടു. താങ്ക് യു. ദേ കണ്ടില്ലേ, ഒരു ഗെയിം കിട്ടിയിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ജോലിക്ക് വേണ്ടിയുള്ളതാണോ? സർ, നിങ്ങൾക്ക് വിഷമമൊന്നും ഇല്ലെങ്കിൽ ഈ ഗെയിം ഞാൻ എടുത്തോട്ടെ പ്ലീസ്? ഷുവർ ഷുവർ ടേക്ക് ഇറ്റ്. താങ്കൾക്ക് എന്റെ പെർമിഷൻ എടുക്കേണ്ട ഒരു ആവശ്യമില്ല. ടേക്ക് ഇറ്റ്. ഓടിച്ചെടുത്തല്ലോ. ഇത് ഷാർക്കല്ലേ? അവന്മാരെ പിടിക്കേ. വരൂ വരൂ, അകത്തേക്ക് വരൂ. നിങ്ങൾ എല്ലാവരും സേഫ് ആണ്. താങ്ക് യു ഷാർക്ക് കൂട്ടുകാരാ. താങ്ക് യു വെരി മച്ച്. ഞങ്ങളെ ഓക്ടോഡോണിന്റെ അടുത്ത് നിന്ന് രക്ഷിച്ചതിന് താങ്ക് യു. ഓക്ടോഡോൺ? അവനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഡോൺ. അവൻ ഒരു തവണ ഇലക്ട്രിക് ഫിഷ് കഴിക്കാൻ ശ്രമിച്ചതാ. അതിനുശേഷം അവന്റെ ശരീരത്ത് ഇത്ര വലിയ ചേഞ്ചസ് ഉണ്ടായി. അതിനുശേഷം അവൻ എല്ലാവരെയും പേടിപ്പിച്ച് വിറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ സേഫ് ഏരിയയില്ല. അയ്യോ, നിങ്ങളെല്ലാവരും ഇരിക്കെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഭക്ഷണം തയ്യാറാക്കാം. പത്ലു, ഷാർക്കുകളൊക്കെ മനുഷ്യരെ കഴിക്കുന്നവരല്ലേ? ഇതിനെ വിശ്വസിക്കുന്നത് ശരിയാണോ? എന്താ പറഞ്ഞത്? ഇല്ല ഇല്ല, ഒന്നുമില്ല. ഇല്ല, ഞാനിത് കഴിക്കില്ല. ഇല്ല. എന്താ എന്ത് പറ്റി? ഭക്ഷണം നല്ലല്ലേ? ഏയ്, ഭക്ഷണത്തിനൊന്നും കുഴപ്പമില്ല. പക്ഷെ നിന്റെ രീതി ശരിയല്ല. ഇതിഹാസങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഷാർക്കുകളൊക്കെ മനുഷ്യരെ എപ്പോഴും വേട്ടയാടുന്നവരാണെന്ന്. നീ ഞങ്ങളെ കഴിക്കുവാൻ വേണ്ടി സമയം കാത്തിരിക്കുന്നവര് ഷാർക്കാണെന്ന് എനിക്ക് മനസ്സിലായി. എത്ര വലിയ അപമാനം! ഞാൻ നിങ്ങളെ ഓക്ടോഡോണിൽ നിന്ന് രക്ഷിച്ചതാണ്. എന്നിട്ടും നിങ്ങൾ എന്നെയാണോ സംശയിക്കുന്നത്? പൊയ്ക്കോ, പൊയ്ക്കോ അവിടുന്ന്. വീണ്ടും ഈ പടി ചവിട്ടരുത്.
ഓ എന്റെ അത്തിപ്പാറ അമ്മച്ചിയെ മോട്ടു നീ എന്തായി കാണിച്ചത്? ആ ഷാർക്ക് നമ്മളെ രക്ഷിച്ചതല്ലേ, പിന്നെ എന്തിനാ നീ അങ്ങനെ പറഞ്ഞത് ചങ്കേ? സോറി വലിയേട്ടാ, വെരി സോറി. വിനാശകാലേ വിപരീത ബുദ്ധി. ഇനി നമ്മൾ ഇവിടുന്ന് രക്ഷപ്പെടുന്നതായിരിക്കും നല്ലത്. ഓടിക്കോ. നമുക്ക് അപ്പുറത്തൂടെ പോയി പിടിക്കാം. ഓടിക്കോ. എങ്കിൽ പിടി. അതെ കൂട്ടുകാരെ, ഇങ്ങോട്ട് കയറി ഒളിച്ചോ. ചെല്ലേ, നിങ്ങൾക്ക് രക്ഷപ്പെടണേ ഈ ഒരു വഴിയേ ഉള്ളൂ. വിശ്വസിക്കേ. ചെല്ലേ. പൊളിക്കടുത്തല്ലോ. ഇത് ഫാന്റസി വേൾഡ് അല്ലേ? എല്ലാരും വാ എന്റെ കൂടെ. ഇത് കൊള്ളാലോ അല്ലേ? വരൂ. പൊളിക്കടുത്തല്ലോ. ഇവര് നമുക്ക് എല്ലാവർക്കും ഗ്രാൻഡ് വെൽക്കാണല്ലോ തരുന്നേ. വെരി ഗുഡ്. എന്റെ അമ്മ ആരാണത്? ഞാൻ നിങ്ങളെ വെൽക്കം ചെയ്യാനാ വന്നത്. ഫസ്റ്റ് കം ഫസ്റ്റ് സർവ്. നമ്മൾക്കാർക്കും ഇവിടുന്ന് അനങ്ങാൻ പറ്റുന്നില്ലല്ലോ. What will we do? Something is wrong. എനിക്ക് എത്ര പെട്ടെന്ന് ഇവിടുന്ന് പോകണം. അതെ, പോയേ പറ്റൂ. Something is wrong. Wrong, 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 wrong. അതെ, wrong. ഇത് ടേബിൾ ഒന്നല്ല, കൺവെയർ ബെൽറ്റ് ആണ്. ദേ കണ്ടില്ലേ, നമ്മൾ അതിന്റെ മുന്നിലേക്കാ പോകുന്നത്. ഡോക്ടർ ജഡ്ക, നിങ്ങളുടെ എന്തെങ്കിലും ഒരു ഗാഡ്ജറ്റ്സ് വെച്ച് ഞങ്ങളെ ഇതൊന്നൊന്ന് രക്ഷിക്കേ. ഐഡിയ. നിങ്ങൾ കൃത്യസമയത്ത് തന്നെ പൊളിച്ചു കേട്ടോ. അവന്മാരെ പിടിക്കേ. ചങ്കുകള് എല്ലാരും ഹാപ്പി ആയല്ലോ അല്ലേ? എവിടെ പോയി? ഞാൻ അവിടെയുണ്ട്. എങ്കിൽ വാ. പൊളിക്കടുത്തല്ലോ. ഓക്ടോപസ് അവിടെ പുറകെ തന്നെ വരുന്നുണ്ടേ. No red, no red. ഇനി വാ. വീണ്ടും വരുന്നു. രക്ഷിക്കണേ. ഓയ് മോട്ടു ചങ്കെ, ഓർക്കുന്നുണ്ടോ ഷാർക്ക് പറഞ്ഞത്? നീരാളികൾ ഇലക്ട്രിക് ഫിഷിനെ കഴിച്ചാൽ അവര് വലുതായി മാറുമെന്ന്. ഇതാ കണ്ടില്ലേ ഇലക്ട്രിക് ഫിഷുകള്. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും ചങ്കേ? വലിയേട്ടാ, ഇലക്ട്രിക് ഫിഷിനെ പിടിച്ചാലുണ്ടല്ലോ പിന്നെ എനിക്കും ഷോക്ക് അടിക്കൂലേ? വേറെ വല്ല ഐഡിയ ഉണ്ടേ പറ. മോട്ടു, ഇത് പാഴാക്കാനുള്ള സമയമല്ല. ആലോചിക്കേ, നമ്മൾ ഇവിടുന്ന് എങ്ങനെയെങ്കിലും പുറത്ത് കിടന്നാൽ പിന്നെ നമുക്ക് ഒരുപാട് ചൂടുള്ള സമൂസകൾ കഴിക്കാന്നേ. നല്ല ചൂടുള്ള സമൂസയോ? പൊളിച്ചേ. ഓയ് മോട്ടു ചങ്കെ, എന്തായി കാണിച്ചത്? ഏയ്ഷ്. കാലക്കി മോട്ടു.
ഓക്ടോഡോൺ ശരിയായി, ഓക്ടോഡോൺ ശരിയായി. താങ്ക് യു മോട്ടു പത്ലു, എന്നെ ശരിയാക്കിയതിന്. ബൈ ബൈ. നമുക്ക് ഇവിടുന്ന് എത്രയും പെട്ടെന്ന് പോകണം, എന്നിട്ട് ഗെയിം കളിക്കാം. ഗെയിം നമ്മൾ അവിടെ തന്നെ ഉപേക്ഷിച്ചില്ലേ? നമുക്ക് ആ മാജിക്കൽ ലേഡിയുടെ അടുത്ത് പോയി ആ ഗെയിം കിട്ടും. അതേ മാജിക്കൽ ലേഡി, നീ എവിടെയാ ഉള്ളത്? ആ ഗെയിം തരൂ, എന്നിട്ട് ഞങ്ങളെ രക്ഷിക്കൂ പ്ലീസ്. Come on. എന്താ നിങ്ങൾ എന്നെ ഓർമ്മിച്ചു? ഹലോ എവരിബഡി, എന്താ നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും ഗെയിം കളിക്കണം? പൊളിക്കടുത്തല്ല, നിങ്ങളുടെ ഗെയിം കാരണമാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ കുടുങ്ങിയിരിക്കുന്നത്. ഇപ്പൊ ചോദിക്കാണ് വീണ്ടും ഗെയിം കളിക്കണോന്ന്. അതെ, ഞങ്ങൾക്ക് കളിക്കണം, അതുകൊണ്ടാണ് നിന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിരിക്കുന്നത്. I don't like this man. He's so rude. Bye bye. അല്ലെങ്കിൽ തന്നെ വലിയ പ്രശ്നത്തിലാ കുടുങ്ങിയിരിക്കുന്നത്. അപ്പോഴാണോ നിന്റെ ഞാൻ വേണ്ട പറഞ്ഞതാണ്. വേണ്ട, അതല്ലല്ലേ, എനിക്ക് വേദനിക്കുന്നു. വേണ്ട, മമ്മി രക്ഷിക്കണേ. എല്ലാരും എന്നോട് ക്ഷമിക്കണം. ഞാൻ ഇപ്പൊ തന്നെ അതിനെ തിരിച്ചു വിളിച്ചോളാം. മാജിക്കൽ ലേഡി, മാജിക്കൽ ലേഡി, പ്ലീസ് ഒന്ന് തിരിച്ചു വരണേ. No, no. ആദ്യം സോറി പറയും, പിന്നെ വരാം. എനിക്കൊരു പാർട്ടിക്ക് പോകാനുള്ളതാ. I'm getting late. പറഞ്ഞോളാം, പറഞ്ഞോളാം. സോറി, സോറി, സോറി. ശരി. ഹലോ മാഡം, അധികം സന്തോഷിക്കുന്നു വേണ്ടട്ടാ. ഞാൻ സോറി പറഞ്ഞത് നിങ്ങളോടല്ല, എന്റെ കൂട്ടുകാരോടാണ്. Oh, really? Okay. Bye bye. ഓടിക്കടുത്തല്ലോ, എനിക്ക് അറിയാതെ വീണ്ടും ഒരു തെറ്റ് പറ്റി പോയിന്നേ. സോറി, ഇനി ഞാൻ ആവർത്തിക്കില്ല. ഇത് വളരെ ചെറിയ ഷെല്ലാണ്. അത് കുഴപ്പമൊന്നുമില്ല. എന്നല്ലേ, വേണ്ട, എനിക്ക് വേദനിക്കുന്നു. സോറി, ഇനി ഞാൻ അങ്ങനെ ചെയ്യില്ല. വേണ്ട, മമ്മി രക്ഷിക്കണേ. എടോ കസേട്ട്, ദാ ഗെയിം തുടങ്ങിക്കോ. പൊളിക്കടുത്തല്ലോ. ദാ ഞാൻ ദാ കളി തുടങ്ങാൻ പോന്നു. ദാ ഒന്നുകൂടി കണ്ടോ? 2 ഡൈസിലും 6 വീഴട്ടെ. പൊളിക്കടുത്തല്ലോ, കലക്കി. പൊളിക്കടുത്തല്ലോ. വാല്യൂ ഫ്ലവേഴ്സ്. നിങ്ങളിൽ ആർക്കെങ്കിലും പൂക്കൾ വളരെ ഇഷ്ടമാണോ? പൊളിച്ചടുത്തല്ല, പൂക്കൾ ആർക്കാണ് ഇഷ്ടമില്ലാത്തത്? ഞങ്ങൾക്ക് എല്ലാവർക്കും പൂക്കളൊക്കെ വളരെ ഇഷ്ടമാണ്. എത്രമാത്രം ഇഷ്ടമാണെന്ന് അറിയോ? ഞങ്ങൾക്ക് വിശപ്പ് കൂടിക്കഴിഞ്ഞാൽ ചിലപ്പോ ആ പൂക്കൾ തന്നെ തിന്നേക്കുന്നേ. എന്നാൽ നല്ല കാര്യം. വെൽക്കം ടു വാല്യൂ ഫ്ലവേഴ്സ്. വാല്യൂ ഓഫ് ഫ്ലവറിലേക്കില്ല, മോഡേൺ സിറ്റിയിലേക്ക് പോയാൽ മതി. മോഡേൺ സിറ്റി. പതുക്കെ മമ്മി, ഡാഡി. മമ്മി. ഒരു മിനിറ്റ്. ഇതിനു മുമ്പ് നമുക്കൊരു കാര്യം ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ഇവിടെ വരാനുള്ള കാരണം ആരാണ്? ആ ഖസീട്ടാറാമ കാരണം നമ്മൾ ഇവിടെ വരാൻ കാരണം. അവനെ വെറുതെ വിടരുത് ചങ്കുകള്. എന്താ? നീ ആരാണ്? ഹലോ,
മൈ നെയിം ഈസ് ഇന്നസെന്റ് ഷാ. എല്ലാരും പറയാറുണ്ട് ഞാൻ വളരെ ഇന്നസെന്റ് ആണെന്ന്. അങ്ങനെ തോന്നണല്ലേ നിങ്ങൾക്ക്? എന്തേ? ആ ശരിക്കും പറഞ്ഞ നിന്നെ കാണുമ്പോ ഇന്നസെന്റ് ആയിട്ട് തന്നെ തോന്നുന്നുണ്ട്. പക്ഷെ എന്താ വ്യത്യസ്തമായിട്ടുള്ളത്? ഫ്ലവർ വേൾഡിൽ എല്ലാരും എന്നെ പോലെയാണ്. കുറച്ച് വ്യത്യാസമുണ്ട്. പക്ഷെ നിങ്ങൾ ഇവിടെ എന്താ ചെയ്യണേ? എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇവിടെ തെറ്റുപറ്റി വന്നതാണെന്നാ. ഇനിയിപ്പൊ നിങ്ങളുടെ ഹെൽപ്പ് ഞങ്ങളുടെ രാജാവിന് മാത്രമേ ചെയ്യാൻ പറ്റൂ. വരൂ എന്റെ കൂടെ വാ. അദ്ദേഹം നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും, അതേപോലെ നിങ്ങളും ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാ. നീ ഞങ്ങളെ എങ്ങനെയാ രക്ഷിക്കാൻ പോകുന്നത്? ഞാനിപ്പോ എങ്ങനെ ഇരിക്കുന്നു അതുപോലെ അല്ലായിരുന്നു നേരത്തെ എന്നെ കാണാൻ. പിന്നെ എന്നിട്ട് ഇവിടുത്തെ ആൾക്കാരൊക്കെ പറയായിരുന്നു ഇവിടെ മനുഷ്യന്മാര് വരും, അവരായിരിക്കും നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ പഴയ രൂപത്തിലേക്ക് എത്താൻ. ഞങ്ങൾ തീർച്ചയായും നിന്നെ സഹായിക്കുന്നതാണ്. നമ്മളൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചില്ല പിന്നെ ഈ ജീവിതത്തിൽ എന്തർത്ഥമാണുള്ളത്? എന്റെ അമ്മോ, താൻ ഇന്നസെന്റ് ആയിരിക്കും, പക്ഷെ ഇവരൊക്കെ ആരാണ്? അത് ക്യാപ്റ്റൻ ഹൈഡോ ആണ്. നിങ്ങൾ ആരും അങ്ങോട്ട് അധികം ശ്രദ്ധിക്കാണ്ടിരുന്നാ മതി. നിങ്ങൾ എന്റെ കൂടെ നടന്നെങ്കിൽ വന്നാ മതി. ഇവരുടെ ആഗ്രഹം അതാണ്. ആരെങ്കിലും ഇവരെ ഒന്ന് നോക്കുക, എന്നിട്ട് ആ ഒരു അവസരം നോക്കി ഇവർ അവരെ അങ്ങ് അറ്റാക്ക് ചെയ്യും. നിങ്ങൾ ശ്രദ്ധിക്കണ്ട. ഡോണ്ട് വറി, ആരും തന്നെ ഒരു ദ്രോഹവും ചെയ്യാൻ പോണില്ലെന്നേ. ഞാൻ നിങ്ങളുടെ കൂടെ എപ്പോഴും ഇല്ലേ. ഞാനിപ്പോ അവരെ ഓടിച്ചിട്ട് വരാം. ഹലോ, നമുക്ക് പോകാം. വന്നേ പോകാം. പൊളിച്ചെടുത്തല്ലോ. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഇതുപോലെ എന്റെ മനസ്സിനെ സ്പർശിക്കുന്ന ട്യൂൺ ഞാൻ ഇതുവരെ കേട്ടിട്ടേ ഇല്ലാട്ടാ. എനിക്കിപ്പോ കരച്ചില് വരുന്നു. എന്റെ അമ്മോ, ഈ ശബ്ദം കേൾക്കുമ്പോ മനസ്സങ്ങ് മയങ്ങി പോവാണല്ലോ. Watch India's largest kids library only on Jio Hotstar. Download the app now.